ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര ചീത്തയായിരുന്നു, എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ ഇതൊക്കെ ഏതാണ്ട് കുറച്ച് 1-2 വീഡിയോകളൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇന്നലെ ഒരു കക്ഷി വിളിച്ചിട്ട് ഒരു 15 മിനിറ്റോളം എന്നെ ഭയങ്കരമായ ചീത്ത. എന്തായാലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കേട്ടു നോക്കിയില്ല. ശരിക്കും ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ചീത്തയായതുകൊണ്ട് അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ അത്ര കേട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ടിട്ട് വേണം ഒരു വീഡിയോ ആക്കിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേട്ടിട്ടാകുമ്പോൾ നമുക്ക് ചെയ്യാം. ഒരു നമ്പറിൽ നിന്ന് അദ്ദേഹം വിളിച്ച് ചീത്ത പറയുമ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്തതാണ്. ഇത് 2ാമത്തെ നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ എന്തിനാണ് ഇവർ GST രജിസ്ട്രേഷൻ ചെയ്തത്? അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ കമ്പനി GST രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഇവർ ബിസിനസ് ടു ബിസിനസ് എന്ന കൺസെപ്റ്റിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പൈസയ്ക്ക് GST രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് ഇവർ GST ഒക്കെ അടച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് മണി ചെയിൻ്റെ പുതിയ രീതിയാണ് എന്ന് ഹൈറിച്ച് നമ്മളെ കാട്ടിത്തരികയാണ്. അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ദിനിരാജാണ്. അപ്പോൾ ദിനിരാജിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. എന്തിനാണ് GST രജിസ്ട്രേഷൻ, ഫേം രജിസ്ട്രേഷൻ ചെയ്യുന്നത്? അല്ലാതെ ഇത് എന്താണ് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്നൊന്നല്ല. ഇത് നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകൾ ശ്രദ്ധിക്കും, ഇവരെങ്ങനെയാണ് ഇത്രയും പൈസ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ബാങ്ക് തന്നെ അത് അക്കൗണ്ട് ഫ്രീസാക്കിയിട്ട് കാരണം കാണിക്കാൻ പറയും. അപ്പോൾ ഒരു ബിസിനസ് അക്കൗണ്ടാണ്, അത് ബിസിനസ് നടത്തിയിട്ട് വരുന്നതാണെങ്കിൽ അവരുടെ ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ദിനിരാജ് സാർ എന്താണ് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ലീഗാലിറ്റി ആയിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. കാരണം ഹൈറിച്ച് എന്ന് പറയുന്നത് ഇപ്പോ ഒരു കമ്പനിയല്ല, 2,500 കമ്പനികളുടെ കൂട്ടായ്മ. ഇതിനോടെല്ലാവരും ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഉണ്ട്. അതായത് ഒന്ന്, നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പൊ പലരും വന്നിട്ട് ചോദിക്കും, ഇപ്പൊ ഞാൻ ഒരു ലീഡറാണ്, എന്റെ പേര് 100 മെമ്പേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാവരും പൈസ കളക്ട് ചെയ്യാൻ എന്റെ അക്കൗണ്ടിലേക്ക് വരാം. എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഞാൻ കമ്പനിയിൽ പിന്ന് മേടിച്ച് അവർക്ക് പിന്ന് കൊടുക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ ഈ എന്റെ അക്കൗണ്ടിൽ വന്ന ഓരോ ട്രാൻസാക്ഷനും എന്റെ വരുമാനമാണ്. കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും എമൗണ്ടിന് നമ്മള് മറുപടി സോഴ്സ് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ ഫുള്ള് ടാക്സ് അടയ്ക്കേണ്ടി വരും. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഓരോ വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പൈസ കിട്ടുമ്പോ എല്ലാവരും സന്തോഷമാണ്. ഒരു 2 വർഷം കഴിയുമ്പോൾ നോട്ടീസ് വരും, 1 ലക്ഷം. പറയുന്നതെല്ലാം ഫേമുകളായിട്ടുള്ള GST രജിസ്ട്രേഷന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഈ 2000 ഫേമുകളും 2,500 ഫേമുകളും മന്ത്ലി GST പേ ചെയ്യുന്നതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് തലകൊത്തി പറയുന്നതാണ് ഇവിടെ GST ആൾക്കാരെ കൊണ്ട് അടപ്പിക്കാം. ഒരു ബിസിനസ്സുകാരും കറക്റ്റായിട്ട് GST അടയ്ക്കുന്നില്ല. പിന്നെ അടയ്ക്കുന്നത് കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരാണ്, പുറത്തൊന്നും ആരും GST അടയ്ക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോ ഗവൺമെന്റ് നോക്കുമ്പോ 2,000 2,500 കമ്പനികളുടെ ഒരു കൂട്ടായ്മ കറക്റ്റ് ആയിട്ട് GST പേ ചെയ്യുന്നു. ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ കമ്പനിയിൽ നിന്നാണ്. കൂടുതൽ ആളുകളെ പേയ്മെന്റ് എടുക്കുമ്പോ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം കിട്ടണം. അപ്പൊ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന ഒരു കമ്പനിയെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ഓടി. അപ്പോൾ GST അടച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഗവൺമെൻറ്റിന് ഇങ്ങനെ പൈസ കിട്ടിയാൽ മാത്രം മതി, ഇത് എന്ത് തട്ടിപ്പായിക്കോട്ടെ, മണി ചെയിൻ ആയിക്കോട്ടെ. പക്ഷേങ്കിൽ GST ആ ഒരു മണി ചെയിൻ്റെ 18% സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കുറച്ചും കൂടിയുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു തട്ടിപ്പിനൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തട്ടിപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞ ആളാണ്. ED ഓഫീസിൽ വന്നിട്ട് 2 ദിവസം സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ മണി ചെയിൻ തന്നെയാണ് ചെയ്യുന്നത് സാറേ എന്ന്
ഡിയുടെ മുന്നിൽ സമ്മതിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഡിയുടെ പ്രസ് റിലീസിലുണ്ട് അല്ലേ. ദിനുരാജിനും കുരുവിളക്കും ഇതിനൊന്നും ഈ മണി ചെയിനാണ് എന്നുള്ള കാര്യങ്ങൾ ഖണ്ഡിക്കാൻ, മണി ചെയിൻ അല്ല എന്ന് പറയുന്നത് ഖണ്ഡിക്കാൻ സാധിച്ചില്ല എന്നും അവർ ഇതൊക്കെ മണി ചെയിനാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുമാണ് ആ ഒരു പ്രസ് റിലീസിലുള്ളത്. അപ്പോൾ എന്തിനാണ് നിങ്ങളെ കൊണ്ട് ഫേം എടുപ്പിച്ചത് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ബൈ.